നമസ്കാരം, യോഗനാഥം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജോയ് നായർ, എനിക്കൊപ്പം അശ്വതി നായരും ചേരുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ബജറ്റിനെ കുറിച്ചാണ്. KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ച് വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒരു ഇരുട്ടടി തന്നെയായിരുന്നു ഇന്നത്തെ ബജറ്റ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. ഉറപ്പായും കേരളത്തിൻ്റെ പൊതു ബജറ്റ് അത്തരത്തിലാണ് സമൂഹം വിലയിരുത്തുന്നതും. അതെ, പ്രത്യേകിച്ചും ടാക്സുകളുടെ വർധന മാജിക്ക് കാണിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ വല്ലാത്തൊരു മാജിക് ആയി. എന്നാലും ഒരു ആശ്വാസകരമായിരിക്കുന്ന ഒരു ബജറ്റ് ആകുമെന്ന് ഇന്നലെ ഈ വൈകിട്ട് വരെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിച്ച സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദാരിദ്ര്യത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ധനമന്ത്രി അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു, കേരളത്തിന് യാതൊരുവിധ സാമ്പത്തികപരമായി യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ബജറ്റിലുടനീളം മേളിച്ചിരുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആടി ഉലയുന്നു എന്ന് തന്നെയായിരുന്നു. ഈ സാധാരണക്കാരുടെ കീശ കാലിയാക്കുന്ന തരത്തിലായിപ്പോയി ഈ ബജറ്റ് എന്നുള്ളതാണ് പൊതുവെ വരുന്ന ഒരു വിലയിരുത്തൽ. അങ്ങനെ തന്നെയല്ലേ തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും 2 രൂപ സെസ് എന്ന് പറയുമ്പോൾ തന്നെ അത് സാധാരണക്കാരന്റെ നടുപൊടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പെട്രോളിനും ഡീസലിനും വില എപ്പോഴൊക്കെ കൂടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒരു ആറ്റം ബോംബ് പോണ കണക്ക് പോകുന്നതാണ് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെയാണ് ഇത്ര നാൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രവണത. പെട്രോളിനും ഡീസലിനും വില കൂടിയാൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും വില കൂടും എന്നുള്ളത് ഒരു കോമൺ ഒരു ഫാക്ടറാണ്. ഇതിനിടയിൽ ഇന്ന് ഒരു സാമ്പത്തിക വിദഗ്ധൻ തന്നെ പറഞ്ഞൊരു കാര്യം, ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞ കാര്യം എനിക്ക് വളരെ രസകരമായി തോന്നി. പലപ്പോഴും ഈ മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ ആരും മിണ്ടാറില്ല. ആ സാമ്പത്തിക വിദഗ്ധൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, അത് വളരെ ആ മദ്യവില വർധന വല്ലാത്ത തോതിൽ ബാധിക്കും. കാരണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ കഴിച്ചുകൊണ്ടിരിക്കും, അതിൽ കുറവൊന്നും വരെ സംഭവമില്ല. പക്ഷേ ആ 40 രൂപ വരെ ഒരു വർധന വരുമ്പോൾ അത് ആ കുടുംബത്തെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മള് ഇന്ന് ഈ ചില സ്ത്രീകളുടെ റെസ്പോൺസ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അവർ പറയുന്നുണ്ട് മദ്യത്തിന് വില കൂടിയത് കൂടുതൽ അടി കൊള്ളാൻ പല സ്ത്രീകൾക്കും കാരണമായി മാറും എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഈ പൈസ തികയാതെ വരുമ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷനും കൂടി ഇവർ വീട്ടിലാണ് തീർക്കുന്നത്. അപ്പോ അത് ആ അമ്മ പറയുമ്പോ അത് സത്യത്തിൽ നമുക്കത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ആ അമ്മ പറഞ്ഞു വെച്ചത്. അതിനൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ഈ ടാക്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകുന്നത്. അതാണല്ലോ പ്രധാന കാര്യവും. വാഹനങ്ങളുടെ വില 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള വാഹനങ്ങൾ. ഒരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അതിന്റെ വില കൂടും എന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ആ സമയത്താണ് ഒറ്റത്തവണ നികുതി ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായും വന്നിരിക്കുന്നത്. അപ്പോൾ ഭൂനികുതിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ബിൽഡേഴ്സ് ഒക്കെ അവരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് കൂടും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം സാമ്പത്തിക സ്ഥിതി പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുലനം ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു ഗിമ്മിക്ക് ഉണ്ടാകുമെന്ന് എല്ലാവരും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുമില്ല. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ക്ഷേമ പെൻഷനിൽ വർധന ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ക്ഷേമ പെൻഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്തരത്തിലൊരു ഗിമ്മിക്ക് അന്ന് നടത്തിയിട്ടുണ്ടാവുക, ക്ഷേമ പെൻഷൻ വർധനവ് എന്നൊരു ഇതിലേക്ക് വന്നത്. പക്ഷേ ഇത്തവണ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളത്. പക്ഷെ അതുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഏകദേശം ഈ കുടിശ്ശിക 15,000 കോടിയോളം പല കുടിശ്ശിക കൊടുക്കാൻ കിടക്കുന്നുണ്ട്. പക്ഷെ അതിനെ കുറിച്ചിട്ടൊക്കെ ബജറ്റിൽ പറഞ്ഞോ എന്നൊരു ആശങ്കയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് ഏകദേശം 14 കോടി മാറ്റി എന്ന് പറയുമ്പോഴും ആ ഒരു മെൻസ്ട്രൽ കപ്പ് എന്നുള്ള കാര്യത്തിന് വേണ്ടി 10 കോടി മാറ്റി എന്നുള്ളത് എല്ലാവർക്കും പൊതുവെ സ്ത്രീകൾക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പൊ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളം ഒത്തിരി ആവലാതികൾ ഉന്നയിക്കുന്ന ഒരു സമയത്ത് പോലും അത്തരത്തിൽ ഒരു പര്യാപ്തമായ ഒരു ബജറ്റ് ആണോ ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതുപോലെ ഇപ്പൊ മറ്റൊരു കാര്യം കൂടിയുണ്ട്, കോടതി ഫീസ് ക്ലെയിം തുകയുടെ അതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് പക്ഷെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് അത് കൂട്ടുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിലേക്ക് തിരിഞ്ഞത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷീര ഉൽപാദകരെ അതിനകത്ത് ഒരു രീതിയിലും ഉൾപ്പെടുത്തി കണ്ടിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞു പോയോ എന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ കാർഷിക ഇതുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകരെ വളരെയധികം പ്രതീക്ഷയോടെ ഇരുന്ന ഒരു ബജറ്റായിരുന്നു ഇത്. പക്ഷെ അവർക്ക് വേണ്ട ഒരു പരിഗണന ബജറ്റിൽ വന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. തീർച്ചയായും നമുക്ക് എന്തായാലും നമ്മുടെ പ്രതിനിധികൾ ഈ ചർച്ചയ്ക്കൊപ്പം ചേരുന്നുണ്ട്. മറ്റൊരുമല്ല, നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെയാണ്. അവർ ഈ ബജറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു നോക്കാം. പല വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി പോകേണ്ടതുണ്ട്. ആദ്യം നമുക്ക്
നമ്മുടെ റിപ്പോർട്ടർ വീണയിലേക്ക് പോകാം അല്ലേ? വീണ നമ്മോടൊപ്പം ചേരുകയാണ്. വീണ, ഇവിടെ ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നികുതി വർധന പ്രധാനമായും ഉണ്ടായിരിക്കുന്നു. ആ നികുതി വർധനയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ വാഹന നികുതി, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ നികുതി, ഭൂനികുതി, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ടാക്സ് കെട്ടിടം അത് വളരെ രസകരമായ കാര്യമാണ്. ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിന് പോലും നീതി കൊടുക്കേണ്ട കാര്യം വന്നിരിക്കുന്നു. അത് നമ്മൾ സാധാരണ അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പ്രത്യേക പരിഗണനയും കൂടെ വെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, ഇന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടേ പല ഈ സ്റ്റാറ്റസുകളൊക്കെ വരുന്നുണ്ട്. അതിൽ രസകരമായ ഒരു സ്റ്റാറ്റസ് വേണമെങ്കിൽ ഞാൻ ഈ സമയത്തൊന്ന് വായിക്കാം. അത് വളരെ രസകരമായി എനിക്ക് തോന്നിയതാണ്. ഇതിങ്ങനെയാണ്: എണ്ണവില കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് 2 രൂപ കൂട്ടി. എന്നാൽ പിന്നെ ഇലക്ട്രിക് വാഹനം വാങ്ങാം എന്ന് വെച്ചാൽ അതിൻ്റെ നികുതിയും കൂട്ടി, പോരാഞ്ഞിട്ട് കറണ്ട് ചാർജും കൂട്ടി. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു വളരെ രസകരമായ ഒരു സ്റ്റാറ്റസാണ് വരുന്നത്. അത് മൊത്തത്തിൽ വായിക്കുമ്പോൾ ഞാനൊന്ന് പറയാം. അതിൽ രസകരമായി അവസാനിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വർധനയെക്കുറിച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അത് ഞാനൊന്ന് നികുതി കൂട്ടി, പോരാഞ്ഞിട്ട് കറണ്ട് ചാർജും കൂട്ടി, വീട്ടിൽ വെറുതെ ഇരിക്കാമെന്ന് വെച്ചാൽ വീട്ടുകാരൻ കുത്തനെ കൂട്ടി, വീട് അടച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ അടച്ചിട്ട വീടിന് പ്രത്യേക നികുതി, വീട് വിറ്റ് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ ന്യായവില 20% കൂട്ടി, ഇതൊക്കെ മറക്കാൻ 2 എണ്ണം അടിക്കാമെന്ന് വെച്ചാൽ അതും കൂട്ടി. അപ്പോൾ ഇതാണ് പൊതുവായി ജനങ്ങളുടെ പ്രതികരണങ്ങളായി ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് 2-3 വരികളിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ട്രോളി എന്നുള്ളതാണ്. അതെ, വളരെ രസകരമായി. കാരണം എനിക്കിത് വായിച്ചപ്പോൾ ഇത് സത്യമാണല്ലോ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, ഇതാണ് യാഥാർത്ഥ്യം, ഇതങ്ങ് പറഞ്ഞാൽ മതി. അതെ. അപ്പോൾ നമുക്ക് വീണയിലേക്ക് പോവാം. വീണ, ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം പ്രധാനപ്പെട്ട നികുതികളെല്ലാം കൂട്ടിയിട്ടുണ്ട്. നികുതി വരുമാനത്തിലൂടെ ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ധനമന്ത്രിക്കുള്ളത്. ധനമന്ത്രിയുടെ മുന്നിൽ അതേ ഉള്ളൂ ഒരു ലക്ഷ്യം. വേറെ മറ്റേ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ആ തരത്തിൽ ചിന്തിച്ചത്. പൊതുവായി പറഞ്ഞാൽ എങ്ങനെ ഈ ബഡ്ജറ്റിനെ വീണ വിലയിരുത്തും? ബഡ്ജറ്റ് കേട്ട് ഞെട്ടിയിരിക്കുന്നൊരവസ്ഥയിലാണ്. രാവിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് ധനമന്ത്രി പ്രതികരിച്ചത് ജനകീയ ബഡ്ജറ്റ് മാജിക് ആകും എന്നാണ്. പക്ഷേ ഈ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞ് ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും, ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞ അതേ മണിക്കൂറിൽ തന്നെ, ആ നിമിഷം തന്നെ കേരളത്തിലുള്ളവർക്ക് മനസ്സിലായി ബഡ്ജറ്റിൽ ഒരു മാജിക്കും ഇല്ല. മലയാളികളുടെ, കേരളീയരെ നട്ടലൊടിക്കുന്ന ഒരു ബഡ്ജറ്റിന്റെ പ്രഖ്യാപനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ആദ്യം 9 മണിക്ക്, ബഡ്ജറ്റിന്റെ സമയം 9 മണിക്കാണ് ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത്. 9 മണിക്ക് ധനമന്ത്രി എത്തുന്നു. മേക്കിംഗ് കേരളയെക്കുറിച്ചുള്ള സ്വപ്ന വിഭാവനമായ പദ്ധതികളുടെ പ്രഖ്യാപനം. ആ ഒരു 1.5 മണിക്കൂർ, ബഡ്ജറ്റിന്റെ ആദ്യത്തെ 1.5 മണിക്കൂർ ജനകീയ പദ്ധതികളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് നടന്നത്. കോടിക്കണക്കിന് തുക ചിലവഴിച്ചുകൊണ്ടുള്ള ജനകീയ പദ്ധതികളുടെ പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം അവസാനത്തെ നിമിഷങ്ങളിൽ, വളരെ വളരെ ചുരുങ്ങിയ സമയത്താണ് ജനങ്ങളുടെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ധനപ്രതിസന്ധി നിലനിൽക്കുന്നു എന്ന് ധനമന്ത്രി ബഡ്ജറ്റിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഇന്ന് ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പുള്ള നിമിഷങ്ങളിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാനത്തിന് കടക്കെണി ഇല്ലാന്നും വ്യക്തമാക്കി ബഡ്ജറ്റിന്റെ അവതരണത്തിൽ. എന്നാൽ അവസാന നിമിഷത്താണ് മലയാളികൾക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള നികുതി വർധനവുണ്ടായിരിക്കുന്നത്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിച്ചിരിക്കുകയാണ് ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം. കോവിഡ് കഴിഞ്ഞെത്തുന്ന ഈ ഒരു ബഡ്ജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളീയർക്ക് നോക്കിക്കണ്ടിരുന്നത്. കോവിഡ് തീർത്ത സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കങ്ങളും കാരണം മന്ദഗതിയിലായിരുന്നു കേരളത്തിലെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ. ആ തിരികെ വാണിജ്യപരമായി തിരിച്ചു കയറാൻ സാധിക്കും. കുടുംബ ബഡ്ജറ്റും സാമ്പത്തിക ഭദ്രതയും അടക്കമുള്ള കാര്യങ്ങൾക്ക് സർക്കാർ ഊന്നൽ നൽകുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് കേരളീയർ ഇന്നത്തെ ബഡ്ജറ്റിനെ നോക്കിക്കണ്ടത്. അത്തരത്തിൽ ജനങ്ങളുടെ നട്ടലൊടിക്കുന്ന, തീർത്തും പിഴിയുന്ന, ജനങ്ങളുടെ ജീവിതത്തെ പിഴിയുന്ന, ജീവിതഗതിയെ തന്നെ താളം തെറ്റിക്കുന്ന ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. നികുതിയിലാണ് വർധനവുണ്ടായിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ആ ഒരു തരത്തിലുള്ള മുന്നോട്ടുള്ള ആശയങ്ങളാണ് ധനമന്ത്രി ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചത്. കെട്ടിട നികുതിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്കും, ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകപരമായിട്ടുള്ള ഒരു നികുതി ചുമത്തുന്നുണ്ട്. 1000 കോടി രൂപയാണ് ഇതിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഭൂമിയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റ്
ബഡ്ജറ്റിൽ 10% വർധനവെങ്കിൽ ഇത്തവണ അത് 20% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭൂമിക്ക് ന്യായമായി വില കൂടുന്നതനുസരിച്ച് അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾക്ക്, രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള നടപടികൾക്കും നഗര ഗ്രാമ വ്യത്യാസത്തിൽ ചാർജുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ഒപ്പം തന്നെ ഫ്ളാറ്റ്, അപ്പാർട്ട്മെന്റ് ഇവയുടെ ആധാരമെഴുത്തും രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള മുദ്രവിലകൾക്ക് കഴിഞ്ഞ തവണ 5% ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് 7% ഉയർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ളവർ ജോലി സ്ഥലത്ത് അതാത് അവരുടെ സൗകര്യത്തിനായി താമസ സ്ഥലവും മറ്റും നോക്കും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഫ്ളാറ്റും അപ്പാർട്ട്മെന്റും ഒക്കെ വാടകയ്ക്ക് എടുക്കുന്നവർക്ക് തന്നെയാണ് വരുന്നത്. ജനം ഇത് കേട്ടിട്ട് വീണ, ഈ ജനങ്ങൾ ഇത് കേട്ടിട്ട്, ഈ ബഡ്ജറ്റ് കേട്ടിട്ട്, ഈ വീണ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾ കേട്ടിരിക്കുകയാണ്. കേട്ടിട്ട് ജനങ്ങളുടെ പ്രതികരണം എന്താണ്? അവർ എന്താണ് പറയുന്നത്? ഈ നികുതി ഞങ്ങൾ എങ്ങനെ സഹിക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? കാരണം ഓരോ ദിവസവും ഈ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇപ്പോൾ സാധാരണക്കാരായാലും ഈ വളരെ പാവപ്പെട്ടവരായാലും കുറച്ചുകൂടെ ഉന്നത നിലയിൽ നിൽക്കുന്നവരെ എല്ലാവരെയും ബാധിക്കുന്ന തരത്തിൽ വന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈ സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് തീർത്തും നിരാശാജനകമായ, ആശങ്കാജനമായ ഒരു പ്രതികരണമാണ് ബഡ്ജറ്റിന് ശേഷം ലഭിക്കുന്നത്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാർ തീർത്തും നിരാശാജനകമാണ്. എടുത്തു പറയേണ്ട കാര്യം, എവിടെയൊക്കെ വില കയറ്റാൻ സാധിക്കുമോ ആ എല്ലാ മേഖലയിലും സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരന്റെ വരുമാനത്തിൽ കുടുംബ ബഡ്ജറ്റിനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം സംസ്ഥാനത്ത് ഇന്ധനത്തിന് വില കൂടുന്നുണ്ട്, അതുപോലെ തന്നെ മദ്യത്തിന് വില കൂടുന്നുണ്ട്. 900 രൂപയ്ക്കുള്ള ഒരു മദ്യ ഇനത്തിന് ഇനിയിപ്പോൾ അത് 20% അതിന് വില കൂടുന്നത്. 1000 രൂപയ്ക്കുള്ള ഒരു മദ്യ ഇനം ഇനിയിപ്പോൾ വില അതിന് 40 രൂപ വർദ്ധിക്കുന്നു. ഒപ്പം തന്നെ ഇന്ധന നികുതിയിൽ പെട്രോളിനും ഡീസലിനും ഇന്ധനത്തിൽ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 സെസ്സാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2% രൂപ സെസ്സാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സാമൂഹിക സുരക്ഷാ സെസ്സിന്റെ കീഴിലാണ് ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ധനത്തിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തുള്ള വീണ ഈ വിഷയത്തിലുള്ള പ്രതികരണം നടത്തിയ വീണയിലേക്ക് നമുക്ക് ഇനിയും പോകേണ്ടതുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം വീണയുമായി ചർച്ച ചെയ്യാനുണ്ട്. വീണ തുടരുക. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഈ 2 ദിവസമായിട്ട് ഇങ്ങനെ ഈ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇതിനെക്കുറിച്ച് പല ആവലാതികളും ഉന്നയിക്കുന്നുണ്ടായിരുന്നു ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഈ ബജറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഈ പ്രതിപക്ഷം ആ സഭയിൽ തന്നെ ഉണ്ടാക്കിയൊരു ബഹളം. കാരണം അതൊരു എന്താ പറയുന്ന ഒരു ആറ്റം ബോംബ് തന്നെയായിരുന്നു. കാരണം ഈ അവസാനം പറഞ്ഞു വെച്ച 2 രൂപ പെട്രോളിനും ഇതിനും സെസ് നികുതികളെല്ലാം കൂടെ ഒറ്റയടിക്ക് കൂട്ടുതൂന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരങ്ങ് എന്താ പറയുന്ന ആഞ്ഞടിച്ചു, കൊടുങ്കാറ്റായി. ഏറ്റവും അവസാന നിമിഷത്തിൽ ഈ ബജറ്റിന്റെ നികുതി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവിടെ വന്നത്. അതെ, അപ്പോഴാണ് അവരൊരു പ്രതിഷേധമൊക്കെ കേട്ട്. അതുവരെയൊക്കെ കേട്ട് സമാധാനത്തിൽ ഉറങ്ങുകയും അത് കേട്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. ഓക്കെ, എന്തായാലും ആ പ്രതിപക്ഷത്തിന്റെ ബഹളം ഏത് തരത്തിലായിരുന്നു, പ്രതിപക്ഷം എങ്ങനെയാണ് ഈ ബജറ്റിനെ കണ്ടതെന്ന് നമുക്കറിയാം. ശരിയാണ് അക്ഷര, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അവർ എന്താണ് പറഞ്ഞത്? അവരുടെ പ്രതിഷേധം ഏത് തരത്തിലായിരുന്നു? ഈ ബജറ്റിന് ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടു, നിരവധി കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പ്രതിപക്ഷം പറയുന്നത്? പ്രതിഷേധം നടത്തി, ഇനിയും അത് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നത് രാവിലെ പറഞ്ഞു. എങ്ങനെയായിരിക്കും ആ സമരത്തിന്റെ രീതി? അതുപോലെ തന്നെ എന്താകുമെന്നാണ് മനസ്സിലാക്കുന്നത്? ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പാർട്ടികളും അതുപോലെ തന്നെ യുവജന സംഘടനകളും ചേർന്ന് പ്രതിഷേധത്തിന് ഇറങ്ങിയത് നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. പിന്നെ ഇന്ധനവില വർധനവിനെതിരെയും അതുപോലെ തന്നെ നികുതി വർധനയ്ക്കെതിരെയുമാണ് ഈ യുവജന സംഘടനകളും അതുപോലെ തന്നെ വിവിധ പാർട്ടികളും രംഗത്തെത്തിയിരുന്നത്. ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയും കൂടാതെ നികുതി വർധനവും ഇവർ ഈ പ്രതിഷേധത്തിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും BJP അതുപോലെ തന്നെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ AIYF തുടങ്ങി നിരവധി പാർട്ടികളും യുവജന സംഘടനകളും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ പരസ്യ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ നികുതി വർധനവിനെതിരെയും കൂടാതെ തന്നെ ഇന്ധനവില വർധനവിനെതിരെയുമായിട്ട് നടത്തിയ പ്രതിഷേധത്തിനിടെ ആലുവയിൽ വെച്ചിട്ട് ഈ ബജറ്റിനെതിരായിട്ട് നടത്തിയ പ്രതിഷേധത്തിനിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പോലീസുകാരും മറ്റും ഇവിടെ സ്ഥലത്തെത്തുകയും ഈ യൂത്ത് കോൺഗ്രസ്
പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് കേരളത്തിലെ വേറൊരു സംസ്ഥാനത്തിൻ്റെ വേറൊരു സ്ഥലത്തായിട്ട് AIYF പ്രവർത്തകരും ഈ ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ആവശ്യം, ഇവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഈ 2 രൂപ പിന്നെ ഡീസലിനും പെട്രോളിനും 2 രൂപ സെസ് വർദ്ധിപ്പിച്ചത് വലിയ കടുത്ത നിലപാടാണെന്നും ഈ വില വർധനവ് കുറയ്ക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ഇവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ കേന്ദ്രം ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിൻ്റെ കേന്ദ്രത്തിൻ്റെ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും പിന്തുടരുന്നതെന്നും ഇത് ശരിയല്ലെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഇന്ധനവില കുറയ്ക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. അതേ സമയത്ത് തന്നെ നികുതി വർധനയ്ക്കെതിരെ ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനത്തിനിടെ ഉണ്ടായ നികുതി വർധനയ്ക്കെതിരെയും KPCC അധ്യക്ഷൻ K. സുധാകരൻ രംഗത്ത് വന്നിരുന്നു. അതിശക്തമായ പ്രതിഷേധമാണ് വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടാതെ സാധാരണക്കാരായ നന്ദി അക്ഷര. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിലും സഭയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ ഈ പ്രതിഷേധത്തിന്റെ നടുവിൽ ഈ കുറച്ചെങ്കിലും ഈ നികുതി വർധനയിൽ നിന്ന് പിന്നോക്കം പോകാൻ ബാലഗോപാൽ സാധ്യതയുണ്ടോ? സംശയമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യും? ഇവരുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. ഇവർക്ക് എന്തായാലും ഈ സർക്കാരിനെ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ ട്രഷറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഒരു മരവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആവും. കാരണം ഇപ്പൊ തന്നെ ഈ കോവിഡാനന്തരം ഇതിനു ശേഷം ഈ സർക്കാർ ജീവനക്കാർക്ക് സാലറി അലവൻസ് കൊടുത്തിട്ടില്ല, സാലറി സറണ്ടർ അവർക്ക് കൊടുത്തിട്ടില്ല, അതേപോലെ തന്നെ ഈ അരിയർ ഗഡുക്കളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് വേറെ എന്ത് ഗിമ്മിക്ക് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ഇന്ന് വന്നേനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒന്നാം പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ച അല്ലെങ്കിൽ ഈ വീണ്ടും ഒരു LDF സർക്കാർ അധികാരത്തിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നത് കുറേ വികസന പ്രവർത്തനങ്ങൾ ആ സമയത്ത് നടന്നു. കോവിഡാനന്തര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട് നടത്തിയ കുറേ പ്രവർത്തനങ്ങളെല്ലാം ആ സർക്കാരിനെ പിന്തുണച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഈ സ്കൂളുകളുടെ നവീകരണം അടക്കമുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉയർത്തിക്കാട്ടി. അതിനെല്ലാം പിന്നിൽ നിന്ന് കിബിയാണ്. പക്ഷേ കിബി ഇവിടെ വരുത്തുന്ന അല്ലെങ്കിൽ കിബിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി കോൺട്രാക്ടർമാർ അടക്കമുള്ളവർ അനുഭവിക്കുന്നുണ്ട്. കിബിക്ക് ഫണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വന്നതാണ് ഈ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിപ്പോ സത്യത്തില് ഞാൻ ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റഡീസ് ഒക്കെ നടത്തും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിപ്പോൾ ഒരു വരണ്ടുണങ്ങിയ മരിപ്പച്ച എന്നുള്ള അവസ്ഥയിലേക്ക് കിഫ്ബി മാറുകയാണ്. പക്ഷെ എന്നിട്ട് കൂടി ആ കിഫ്ബിക്ക് ഇന്ന് 100 കോടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഊരാളുങ്കലിന് കൊടുത്തതിന്റെ ഒരു 10-1 പോലും സാധാരണക്കാരായിട്ടുള്ള മറ്റ് കോൺട്രാക്ടേഴ്സിന് കിട്ടിയിട്ടില്ല. അവരെല്ലാവരും ഈ കോവിഡ് സമയത്ത് പോലും അവരുടെ പരിമിതമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് പോലും ഈ വർക്കെല്ലാം തീർത്തു കൊടുത്ത കോൺട്രാക്ടേഴ്സ് പലരും ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളുകളുടെ വർക്ക്, ലാബ് വർക്ക് നമ്മൾ തന്നെ ഇന്നലെ അടക്കം ഈ വാർത്ത വളരെ വിശദമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കിബിയിൽ. കാരണം കോൺട്രാക്ടർമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്. അവർക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ധനമന്ത്രിയാണെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയും കൊടുക്കാൻ വേണ്ട ഫണ്ടുണ്ട്. 3000 കോടിയിലധികം രൂപ കിബിയുടെ ശേഖരത്തിലുണ്ട്. പക്ഷെ അതിൽ നിന്ന് കൊടുക്കാവുന്ന കാര്യം, കാരണം ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കിയ സർക്കാരാണ്, ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ധനവകുപ്പാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് അവർ പോകാൻ ശ്രമിക്കാത്തതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ റിപ്പോർട്ടർ വീണയാണ്. അപ്പോൾ വീണയോട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിക്കാം. ഇന്ന് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചിട്ടും കിബിയെക്കുറിച്ച് കാര്യമായി ഒന്നും പറഞ്ഞു പോകുന്നത് കണ്ടില്ല. അപ്പോൾ കിബി അത് നേരത്തെയും ധനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു വിശദമായ ചർച്ചയിലേക്ക് കിബി പോകാൻ സാധ്യതയില്ല എന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ ഈ പറഞ്ഞതുപോലെ കോൺട്രാക്ടർമാരുടെ ദുരിതം ഇപ്പോഴും തുടരുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ധനമന്ത്രിയുടേതും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയും? കാരണം ഇനിയെങ്കിലും ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പ്രതിസന്ധിയെക്കുറിച്ച്, അതായത് കിഫ്ബി കരാറുകാരെ കൈയൊഴിയുന്ന ഒരവസ്ഥ, ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥ യോഗനാഥം ന്യൂസാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ വാർത്ത പുറത്തു വരികയും ഇത്തരത്തിൽ നിരവധി കോൺട്രാക്ടർമാരാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് വ്യക്തമായി പറഞ്ഞത്. കിഫ്ബിക്ക് കീഴിൽ നിരവധി വികസന പദ്ധതികൾ, സ്കൂളുകളെ ഹൈടെക് ആക്കുന്ന തരത്തിലുള്ള നിരവധി വികസന പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചതും സർക്കാർ സ്വപ്നം കണ്ടതിലുപരി മികച്ച രീതിയിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സമയബന്ധിതമായി സർക്കാർ ഇതിനു മുമ്പ്
നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് അടക്കമുള്ളവ. അത്തരത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന കരാറുകാരെ, സർക്കാരിനെ വിശ്വസിച്ച് സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് ഒപ്പം നിൽക്കുന്ന കരാറുകാരെ വഞ്ചിക്കുന്ന ഒരു നടപടിയാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കരാറുകാർ സമയബന്ധിതമായി പണി പൂർത്തിയാക്കുന്നു. കൃത്യസമയത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് വളരെ ആഘോഷപൂർവ്വം കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്കൂളുകളുടെയും ബിൽഡിങ്ങുകളുടെയും ഒക്കെ ഉദ്ഘാടനം നടത്തുന്നു. അതിനുശേഷം കൈമലർത്തുന്ന കരാറുകാർ പൈസ ചോദിക്കുമ്പോൾ കരാറുകാർ പൈസ ചോദിക്കുമ്പോൾ കൈമലർത്തുന്ന ഒരു സമീപനമാണ് കിഫ്ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പലതവണ കിഫ്ബി ഓഫീസിലും മറ്റുമൊക്കെ ഇവർ കരാറുകാർ കയറി ഇറങ്ങുന്നുണ്ട്. കൃത്യമായ രേഖകളും മറ്റും സമർപ്പിക്കുമ്പോൾ പല ഒഴിവ് കഴിവുകളും പറയുകയാണ്. കിഫ്ബിക്ക് കീഴിൽ മതിയായ ഫണ്ട് ഉണ്ടെങ്കിൽ പോലും 3000-ലധികം രൂപ കിഫ്ബിക്ക് കീഴിൽ ഉണ്ടെങ്കിൽ പോലും 1000 കോടിയോളം രൂപ സംസ്ഥാനത്തിന് വിവിധ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ബിൽഡിങ്ങുകൾ പണിത കോൺട്രാക്ടർമാർക്ക് അത് നൽകാതെ അവരെ വലയ്ക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ജീവിത നിലവാരത്തെ അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബ ബജറ്റിനെ ഒപ്പം തന്നെ ജീവിത സ്ഥിതിയെ പോലും ജീവിതത്തിന്റെ കുടുംബ സാമ്പത്തിക സ്ഥിതിയെ പോലും തകിടം മറിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. മിക്കവരും പലിശയ്ക്കും മറ്റും പണമെടുത്താണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 140 നിയോജക മണ്ഡലങ്ങളിലായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുകയും അത്തരത്തിൽ നിർമ്മാണം നടത്തുകയും ചെയ്തവരെ കരാറുകാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. കരാറുകാർ പലതവണ കിഫ്ബിയുമായി ബന്ധപ്പെടുന്നു, ധനമന്ത്രിയെ കാണുന്നു. എന്നാൽ ധനമന്ത്രി മൗനം പാലിക്കുകയാണ്. ഇവരെ കണ്ടില്ല എന്നുള്ളൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാർ നിരവധി വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അധികാരത്തിലെത്തിയത്. അതിൽ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. ആ ഒരു വികസന പ്രവർത്തനം തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിക്കുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ഇത്തരത്തിലുള്ള പാവപ്പെട്ട കരാറുകാരാണ്. ഇവരെയാണ് ഇത്രയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കുകയും ഇവരോട് മനസ്സാക്ഷി രഹിതമായി സർക്കാരും ധനമന്ത്രിയും പെരുമാറിയിരിക്കുന്നത്. ഈ വിഷയം നമ്മൾ ഉന്നയിക്കുകയും ഈ വിഷയത്തിൽ ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവും MLA-യുമായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുൻപ് മസാല ബോണ്ടുള്ള അടക്കം വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. കിഫ്ബിക്കെതിരെ അദ്ദേഹം നിരവധി വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഈ വിഷയം കൃത്യമായി പരിഗണിക്കുമെന്നും സഭയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും അദ്ദേഹം നമ്മോട് ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. കോവിഡ് തീർത്തൊരു വെല്ലുവിളി നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണമായിട്ട് ആ 2 വർഷക്കാലം വളരെ സാമ്പത്തികപരമായി വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ്, ഞെരുക്കത്തിലൂടെയാണ് കേരളം കടന്നുപോയത്. ആ സമയത്തൊക്കെ പ്രവർത്തനങ്ങൾ നിർത്താതെ പല വഴിയിൽ നിന്നും പണം സ്വരൂപിച്ച് പലിശയ്ക്ക് മറ്റുമായി പണം സ്വരൂപിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തികൾ കൃത്യമായി ആത്മാർത്ഥതയോടുകൂടി നിർവഹിച്ച കരാറുകാരെയാണ് കണ്ടില്ല എന്നുള്ള ഒരു സമീപനമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയം തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ, കാരണം ഈ ബജറ്റ് ചർച്ചയാണല്ലോ ഇനി വരാൻ പോകുന്നത്, അപ്പോൾ ഈ ഒരു വിഷയം തീർച്ചയായും പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് തന്നെ നമുക്ക് കരുതിക്കൂടെ? എന്തായാലും ഈ വിഷയം സഭയിൽ ഉന്നയിക്കും. സർക്കാരിന്റെ ഈ ഒരു മൗനത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തെ നേതാക്കൾ അടക്കം ഉന്നയിക്കുന്നത്. കരാറുകാരെ ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയാണ്. കിഫ്ബിയാണ് നിരവധി തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെങ്കിലും കിഫ്ബിക്ക് കീഴിൽ ഒരു ഏജൻസി ഉണ്ട്. അവിടെ വിവിധ ഏജൻസികൾ കീഴിൽ കരാർ ഒപ്പിട്ടുകൊണ്ട് ആ കരാർ പ്രകാരം സമയബന്ധിതമായി പണി പൂർത്തിയാക്കി നൽകുന്നു. എന്നാൽ ആ കരാർ കമ്പനികൾക്ക്, അതായത് ഏജൻസി കമ്പനികൾക്ക് പണം നൽകുവാനുള്ള അധികാരം കിഫ്ബി നൽകുന്നില്ല. കിഫ്ബിയുടെ കീഴിൽ പണം ഉണ്ടെങ്കിലും മറ്റ് പദ്ധതികൾക്കായി വിനിയോഗിക്കുന്നുണ്ടെങ്കിലും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിപ്പോവുകയാണ്. ഇന്നും ബഡ്ജറ്റിൽ കിഫ്ബിക്കായി ഒരു നീക്കിയിരിപ്പ് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും കോടി രൂപ, അതായത് ഫണ്ട് ഉണ്ടെങ്കിൽ പോലും അത് കൊടുക്കാൻ നിസ്സംഗത കാണിക്കുന്ന ഈ ഒരു മനോഭാവത്തിൽ എങ്ങനെയാണ് ഈ ഒരു പദ്ധതികൾ പ്രാവർത്തികമാക്കുക എന്നുള്ള ചോദ്യമാണ്. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതിപക്ഷം ഇക്കാര്യം ഉയർത്തി കാട്ടുമെന്ന വിശ്വാസം തന്നെയാണുള്ളത്. കോൺട്രാക്ടർമാർ അടക്കമുള്ളവരുടെ പ്രതിസന്ധി, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ബാക്കി മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. അതെ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട നല്ല ഒരു നീക്കിയിരിപ്പ്, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഏകദേശം 1000 കോടിയുടെ ഒരു വ്യാവസായിക ഇടനാഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കയറ്റ് ഇറക്ക് നടത്തുന്ന ഒരു തുറമുഖമായിട്ട് വിഴിഞ്ഞത്തിനെ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയുടെ തുടക്കം എന്ന രീതിയിൽ അത്തരത്തിലൊരു പദ്ധതിയുമായിട്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് ഇന്നത്തെ ബജറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമുക്കിനി കൃഷി മേഖല, കൃഷിയാണല്ലോ സാധാരണ പ്രത്യേകിച്ചും ഇടത് സർക്കാരുകൾ വരുമ്പോൾ കാർഷിക മേഖലയെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഒരു സമ്മിശ്രമായ ഒരു ബജറ്റാണെന്ന് പറയാം. കാരണം ക്ഷീര കർഷകരെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു ബജറ്റായിട്ടാണ് നമുക്ക് കാർഷിക മേഖലയെ കണക്കാക്കേണ്ടത്. മറ്റേതെങ്കിലും തരത്തിൽ ഗുണകരമായ എന്തെങ്കിലും കാര്യങ്ങൾ
അത് കൃഷിയെ ഇക്കോ ടൂറിസവുമായി ബന്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കൊരു ആകർഷണീയമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം. എന്തായാലും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വർഷയോട് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നാളികേര കർഷകർക്ക് തേങ്ങയുടെ താങ്ങുവില 34 രൂപയാക്കിയിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആശ്വാസകരമായി. വർഷ ഈ പറഞ്ഞ അശ്വതി പറഞ്ഞതുപോലെ ആശ്വാസം അല്പമെങ്കിലും കാർഷിക മേഖലയ്ക്കുണ്ടോ? കാർഷിക മേഖലയ്ക്കുണ്ടോ എന്നുള്ള ചോദ്യം എന്തായാലും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നൊരു വാദം അദ്ദേഹം ഉയർത്തിയിരുന്നു. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് പൂർണ്ണമായും അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 971 കോടി രൂപയാണ്. ഈ 971 കോടി രൂപയിൽ 156 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുമെന്നാണ് ധനമന്ത്രിയുടെ പ്രതീക്ഷ. എന്തായാലും അത് അങ്ങനെ തന്നെ നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി നെൽകൃഷിയിലേക്ക് വന്നാൽ നെൽകൃഷിക്ക് ഏകദേശം 95 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ സമഗ്ര പച്ചക്കറി കൃഷിക്ക് 93 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇനി കാർഷിക മേഖലയിൽ നോക്കുകയാണെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷിക്ക് പുറമെ ജൈവ കൃഷിക്കും ജൈവകൃഷിയും അനുവദിക്കാനുള്ള ഒരുക്കത്തിലാണ്. ജൈവകൃഷിക്കുമുള്ള പുതിയ നല്ല പ്രതീക്ഷകൾ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ജൈവകൃഷിക്ക് മാത്രം ഏകദേശം 6 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നീണ്ടു നിവർന്നു കിടക്കുന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ. ഈ പ്രക്ഷുബ്ധമായ പ്രഖ്യാപനങ്ങൾ ഇതിൽ തന്നെ അവസാനിക്കുന്നില്ല. ഇനിയുമുണ്ട് പുതിയ പ്രഖ്യാപനങ്ങൾ. അതായത് നാളികേര വികസന പദ്ധതിക്കായി 68 കോടി രൂപ, ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിക്ക് 6 കോടി രൂപ, സ്മാർട്ട് കൃഷി ഭവന് 10 കോടി, വിള ഇൻഷുറൻസിന് 31 കോടി, റബ്ബർ കർഷകർക്ക് 600 കോടി, കുട്ടനാട് കാർഷിക മേഖലയ്ക്ക് 17 കോടി, കാർഷിക സഹായത്തിന് 12 കോടി എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമെന്ന് പറയേണ്ടത് റബ്ബർ കർഷകരുടെ കാര്യമാണ്. റബ്ബർ കർഷകർക്ക് 600 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ വിശദമായി തന്നെ വർഷം അത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് കാർഷിക മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള തരത്തിലുള്ള വിശകലനങ്ങൾ നടത്തി കഴിഞ്ഞു. നമുക്ക് ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേ ലോകത്ത് തന്നെ കേരളത്തെ ഒരു ഹബ്ബാക്കി, ആരോഗ്യ ഹബ്ബാക്കി മാറ്റും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ എല്ലാ ജനറൽ ഹോസ്പിറ്റലുകളിലും ക്യാൻസർ സെന്റർ തുടങ്ങും. അത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഒന്നെങ്കിലും മലബാറിലുള്ള ആൾക്കാർക്ക് മലബാർ ക്യാൻസർ സെന്ററാണ്, അല്ലെങ്കിൽ കൊച്ചി മുതൽ ഇപ്പുറത്തേക്കുള്ളവർക്ക് ട്രിവാൻഡ്രത്ത് വരേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ അതൊരു ആശ്വാസകരമാണ്. അതുപോലെ തന്നെ ഈ പേവിഷബാധയുമായി ബന്ധപ്പെട്ട് വാക്സിൻ ഓറൽ ആയിട്ട് നൽകാനുള്ള ഒരു നടപടി, അതൊരു നല്ല നീക്കമാണെന്ന്. അതെ, അതാണ് പിന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട്. കോവിഡാനന്തര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 15 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് കോവിഡാനന്തര അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ അത്തരത്തിലുള്ള ചികിത്സയ്ക്കാണ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത്. അപ്പൊ അത് വളരെ ഈ ആരോഗ്യ രംഗത്തുള്ള വിദഗ്ധർ തന്നെ അത് ആശ്വാസകരമായ ഒരു തീരുമാനമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ക്യാൻസർ സെന്റർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഇവിടെയൊക്കെ 15 കോടിയും 20 കോടിയും നീക്കിയിരിപ്പുണ്ട്. അതൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ പൊതുവായിട്ടുള്ളത്. എന്തായാലും നമ്മുടെ റിപ്പോർട്ടർ സത്യപ്രഭയോട് അനുസരിക്കും. സത്യപ്രഭ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകും. സത്യപ്രഭ, ആരോഗ്യം മേഖല പ്രധാനമായും ബജറ്റുകളെ സംബന്ധിച്ച് പല നീക്കിയിരിപ്പുകൾ നടത്താറുണ്ട്, കൂടുതൽ തുക അനുവദിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ ഉള്ളൊരു പരിഗണന കുറേയൊക്കെ നൽകിയെന്നാണ് എനിക്ക് അശ്വതിയുടെ വാക്കുകളിൽ നിന്ന് അത്രത്തോളം പ്രതീക്ഷിച്ച അല്ല എന്നാണ് പൊതുവെ ആരോഗ്യ രംഗത്തുള്ളവർ പറയുന്നത്. ഒരു മിക്സർ ഓഫ്. ഓക്കെ. അപ്പോൾ സത്യപ്രഭ, എങ്ങനെ വിലയിരുത്താം ഈ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ച്? ധനമന്ത്രി പറഞ്ഞ കാര്യങ്ങളും ഒപ്പം മൊത്തത്തിലൊരു വിലയിരുത്തൽ ഏത് തരത്തിൽ ചുരുക്കം വാക്കുകളിൽ പറയും? ഇന്ന് രാവിലെ ധനമന്ത്രി പറഞ്ഞത് ഇതൊരു മാജിക് ബഡ്ജറ്റ് എന്നാണ്. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന നമ്മളെ മലയാളികളെ ഒന്നടങ്കം പറ്റിക്കുന്ന വിധത്തിലുള്ള ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ്. ആരോഗ്യ മേഖലയ്ക്ക് അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് പൊതുജന ആരോഗ്യത്തിന് 2228.33 കോടി രൂപ, കോവിഡാനന്തര ചികിത്സയ്ക്ക് 5 കോടി രൂപ, എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ നേർക്കാഴ്ച പദ്ധതി, സൗജന്യ ചികിത്സ, എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾക്കായി 2.50 കോടി, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് 50 കോടി, RCCക്ക് 81 കോടി, ഇങ്ങനെയുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പക്ഷേ കേരളം കടക്കണിയിലാണ്. ഇത് എങ്ങനെ നേടുമെന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള വ്യക്തത വരുന്നില്ല. അപ്പം
പല ഭാഗങ്ങളിൽ നിന്നും ഇതിൻ്റെ പേരിൽ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ശരി, നേരത്തെ പറഞ്ഞതുപോലെ സത്യപ്രഭ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കണ്ണട, അതായത് ഈ കണ്ണട മേടിക്കാൻ പണമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണടയ്ക്ക് വേണ്ടിയിട്ട് 50 കോടി നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ട്. അത് വളരെ അട്രാക്ഷൻ ആയിട്ട് തോന്നി എനിക്ക്, പുതുമയുള്ളതുപോലെ തോന്നി ബഡ്ജറ്റിൽ രാവിലെ കേട്ട സമയത്ത്. അങ്ങനെ ഒരു കാര്യം ഇന്ന് ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട്. ഇനി എനിക്ക് തോന്നുന്നു അടുത്തത് സ്ത്രീ ശാക്തീകരണം. പക്ഷേ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മളെ കേരളം ഇപ്പോൾ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ മേഖലകളെ എല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിൽ ബജറ്റിലെ കാര്യങ്ങൾ വന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതിനിധി അശ്വിനി അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ബജറ്റിൻ്റെ ഒരു അവലോകനം വന്നിട്ട് എനിക്ക് തോന്നുന്നു അശ്വിനിയിലേക്ക് പോകാൻ തോന്നുന്നു. അശ്വിനി, എങ്ങനെയാണ് സ്ത്രീകൾക്ക് സന്തോഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണോ ധനമന്ത്രി പറഞ്ഞത്? സ്ത്രീ സുരക്ഷയ്ക്കായി വാതോരാതെ സംസാരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇന്നത്തെ ബഡ്ജറ്റിൽ വെറും 14 കോടി രൂപ മാത്രമാണ് സ്ത്രീകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മെൻസ്ട്രുവൽ കപ്പിനായിട്ട് 10 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പരിസ്ഥിതി സൗഹൃദപരവും ചെലവ് കുറഞ്ഞതുമായ ബദൽ മാർഗം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാപ്കിൻ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെൻസ്ട്രുവൽ കപ്പിനായിട്ട് 10 കോടി രൂപ സർക്കാർ നീക്കി വെച്ചിരിക്കുന്നത്. ഒപ്പം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്കായി 260 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി നിർഭയ വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിക്കായിട്ട് 10 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം കേരള സംസ്ഥാന വനിതാ കോർപ്പറേഷന് കീഴിൽ നടത്തിവരുന്ന വിവിധ പദ്ധതികൾക്കായി 19 കോടി രൂപയും ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം സ്ത്രീ ശാക്തീകരണവും ലിംഗസമത്വവും ലക്ഷ്യമിട്ട് ആരംഭിച്ച ജെൻഡർ പാർക്ക് സംരംഭത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് പ്രസവകാലത്തെ സഹായത്തിനായി 17 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം അവർക്ക് വിവാഹ ധനസഹായ പദ്ധതിക്കായിട്ട് 6 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഒപ്പം യുവതികൾക്ക് വിവാഹ ധനസഹായം നൽകുന്നതിനായി 84 കോടി രൂപയാണ് ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. ജോയ്, അശ്വിനി പറഞ്ഞൊരു കാര്യത്തിനകത്തെ ഈ ജെൻഡർ പാർക്ക് എന്നുള്ള ഒരു പുതിയ ഐഡിയ ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ആ ജെൻഡർ പാർക്ക് എന്നുള്ള വേർഡ് തന്നെ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി അതിനകത്തുണ്ട്. കാരണം ഈ പ്രായമായ ആൾക്കാരെ ഈ ആശുപത്രികളിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് നടതള്ളി മക്കൾ പോകുന്ന ഒരു രീതി, അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുടുംബശ്രീ എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു തുക മാറ്റിവെച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് ഇതിലേക്ക് വേണ്ടിയിട്ടും ഒരു തുക മാറ്റിവെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിന്ന് ബജറ്റിനെ നികുതിയുടെ കാര്യം മാറ്റി നിർത്തി നോക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒരു ആശ്വാസകരമായിട്ട് തോന്നാവുന്ന ചില കാര്യങ്ങളാണ്. എന്നാലും നമ്മളൊരു വൈൻഡപ്പിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഈ പുതിയ ബഡ്ജറ്റ് ഉയർത്തിയത് കുറേ കോടികളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കണക്കുകൾ മാത്രമാണോ എന്നൊരു സംശയമുണ്ട്. അതായത് നമുക്കിനി വീടുകളിലൊക്കെ പാലും വെള്ളവും തിളച്ചൊരു ചായ ആവുമ്പോൾ അമ്മമാരുടെ മനസ്സും തിളയ്ക്കും എന്ന് തന്നെയാണ് തീർച്ചയായും ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെച്ചത്. കാരണം ഈ നികുതി ഭാരങ്ങളെല്ലാം വരുമ്പോൾ വല്ലാത്തൊരു വേദന ഈ കുടുംബങ്ങളിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ടാക്സ് പറയാനുള്ള ഒരു ബഡ്ജറ്റായി മാറിയോ എന്നുള്ളതാണ് ഏറ്റവും അവസാനം. കോവിഡിന് ശേഷം നമ്മളെല്ലാവരും ഒന്നിങ്ങനെ പിച്ച പിടിച്ച് വരികയാണ് മലയാളികൾ. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നവനെ ഒരു ചവിട്ട് കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്താൻ കഴിയുന്നത്. നമ്മൾ എല്ലാ മേഖലയിലേക്കും നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രധാനപ്പെട്ട മേഖലകളിലെ വസ്തുതകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചർച്ചയാകും, സഭയിലടക്കം ചർച്ചയാവും. പ്രതിപക്ഷം ഇക്കാര്യങ്ങൾ കൃത്യമായി ഉന്നയിക്കും, അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്യും. ഒരു പക്ഷേ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ ഇളവുകൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നാൽ അത്രയും നല്ലത് എന്ന് കരുതുന്ന ജനങ്ങൾ തന്നെയാണ് ഉള്ളത്. നമുക്ക് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കാം. ബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഇനിയും തുടരും. നന്ദി, നമസ്കാരം.